ഹേ ഗായ്സ്, അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഒളിച്ചോടിയിട്ടാണല്ലോ ഉള്ളത്. അത് വേറെ ആരുമല്ല പറഞ്ഞത്, എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒളിച്ചോടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, ഫ്ലാറ്റിൽ ഞാനും എൻ്റെ കുട്ടിയായിട്ടുള്ളത്. അപ്പോഴും എല്ലാവരും പറഞ്ഞു വേറെ ആരുമല്ല പറഞ്ഞത്, നിൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത് നീ ഒളിച്ചോടിപ്പോയി എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ നിലപാട് എന്താണെന്ന് വെച്ചെങ്കിൽ, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നീ ഒളിച്ചോടിപ്പോയിന്ന്, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല നീ ഒളിച്ചോടിപ്പോയിന്ന്. ഞാൻ ആകെ പറഞ്ഞത് എന്താ, നീ എന്നെ ഇട്ടിട്ട് പോയി, മതിയല്ലോ, നീ എന്നെ ഇട്ടിട്ട് പോയി എന്ന് ഉദ്ദേശിക്കണം എന്താ ഒളിച്ചോടിയെന്നല്ലേ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, എന്നെ അത്രക്കും എൻ്റെ ഈ ഹസ്ബൻഡ് മോശമാക്കിയിട്ടുണ്ട്. അതായത് ഫ്ലാറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ കുറച്ച് ടിഷ്യൂ പേപ്പർ കണ്ടെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ എഴുതി കൂട്ടിയിട്ടെന്നറിയോ. ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്യാം. കച്ചറയെന്ന് കിട്ടിയ ടിഷ്യൂ ആണ്. ഇതുവരെ ടിഷ്യൂ ഞാനൊന്നും യൂസ് ചെയ്യലില്ല, ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ സാധനങ്ങൾ ഇനി നാളെ പിറ്റേന്നില്ലേ അത്രക്കും എന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാനൊരു വീഡിയോ കൂടി പ്ലേ ചെയ്യാം. ഞാനൊന്നും തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല മനസ്സിന്. അപ്പോൾ കാരണം കൊണ്ടാണ് ഞാൻ അവളെ ഒഴിവാക്കുന്നത്. അല്ലാണ്ട് എനിക്ക് ഇങ്ങനെയൊന്നും തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല മനസ്സിന്. അപ്പോൾ അതിന് പയ്യെ നിങ്ങൾ ഇത് ചില സമയം എപ്പോഴാണ് വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒരു ഭാര്യനെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ എൻ്റെ ഹസ്ബൻഡായ മെഹനാസ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാനിപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു നിലപാട് ഞാൻ പറയാം. നിങ്ങൾക്ക് വോയിസ് ആയിട്ട് തന്നെ, തെളിവായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഞാൻ അവരോട് ചോദിക്കുന്നതിന് നമുക്ക് ഇത് ഒളിച്ചോടി എന്നൊക്കെ പറയണോ എന്നാ ഞാൻ അങ്ങോട്ടാ ചോദിക്കുന്നത്. നീ വെറുതെ ഓരോന്ന് തന്നെ ഇതൊന്നും ഇടല്ലേ നീ പുറത്ത് പ്ലീസ്. നിന്നെ എനിക്ക് വല്ലാത്ത മിസ്സിങ് ആവണം. ഞാൻ എന്നിട്ട് രണ്ടാമത്തെ സ്റ്റോറി ഇട്ടിന് ഒളിച്ചോടി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊറ്റ സ്റ്റോറി ഇട്ടിന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒളിച്ചോടിന്ന് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എവിടെയാണ് ഒളിച്ചോടിന്ന് പറഞ്ഞത്? ഞാൻ എവിടെയാണ് ഒളിച്ചോടിയെന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഒരു മെസ്സേജ് ഉണ്ട്. നീ എൻ്റെ ജീവൻ സഫു, സ്നേഹിച്ചിട്ടേ ഉള്ളൂ നിന്നെ, മാപ്പ് താ പൊന്നു, എനിക്ക് നിന്നെ മറക്കാൻ പറ്റുന്നില്ല സഫു, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിന്നെ, വെറുക്കല്ലേ സഫു, എനിക്ക് നീ ഇല്ലാതെ ഇവിടെ എന്തോ പോലെ ആവുന്നു. ഞാൻ ഇട്ടിട്ട് പോയത്, ഞാൻ ഒളിച്ചോടി എന്ന് പറയുന്ന എൻ്റെ കെട്ടിയവനാണ് ഇപ്പം എൻ്റെ പിന്നാലെ വന്നത്. ഞാൻ ഒരുത്തൻ്റെ കൂടെ കിടക്ക പങ്കിട്ടു, ടിഷ്യൂ പേപ്പറിൽ മറ്റേ സാധനം തുടച്ചു, ഇതെല്ലാം ചെയ്ത് എന്നെ ഇനി എന്തിനാ ഇത്രയുമൊക്കെ ചെയ്തിട്ട് എന്നെ സോഷ്യൽ മീഡിയക്ക് ഇട്ട് കൊടുത്തു. ഇത്രയും തെറ്റ് ചെയ്തിട്ട് എന്നെപ്പോലൊരു വ്യക്തിനെ നിങ്ങൾക്ക് എന്തിനാ ഇനി ജീവിതകാലം മുഴുവൻ ഇനി ഇതെന്നെ പറഞ്ഞ് ടോർച്ചർ ചെയ്യാനാണോ, ഇതും പറഞ്ഞെന്നെ മർദ്ദിക്കാനാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇതാണ് ഇപ്പം എൻ്റെ ഉള്ള അവസ്ഥ. ഞാൻ ഒളിച്ചോടി എന്ന് പറയുന്ന ഭർത്താവ് വരെ ഭർത്താവാണ് ഈ പറയുന്നത് ഞാൻ ഒളിച്ചോടിയിട്ടില്ലാന്ന്. അത് മാത്രമല്ല, ഒരുപാട് മെസ്സേജുകളുണ്ട്. ഇനിയൊരു ചാൻസ് തരോ, എന്നോട് ക്ഷമിക്കൂ, ഒരുപാട് ചാറ്റ്. ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുന്നതായിരിക്കും. ഒരുപാട് ചാറ്റ് അയച്ചപ്പോൾ ഞാനൊരു മറുപടി പറഞ്ഞു, ഞാൻ ഒളിച്ചോടിയില്ലേ. പിന്നെ അത് മാത്രമല്ല, ടിഷ്യൂസ് ഫുള്ള് ഡാഷ് അല്ലേ, എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. DNA കൊടുത്തതല്ലേ, DNA കൊടുത്തെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇത്രയൊക്കെ ആയ ഒരാളുടെ കൂടെ ഞാൻ ഇനി പോകണം എന്നാണോ നിങ്ങൾ പറയണേ? ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഈ ഒളിച്ചോടി എന്ന് പറയുന്ന എൻ്റെ ഹസ്ബൻഡാണ് ഇപ്പോൾ ക്ഷമ പറഞ്ഞ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളെ ബോധിപ്പിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്.